ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത് എന്ന ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനാവില്ല. SIT ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഷപ്ന, നേരത്തെ ഒരു നടി ഈ ആവശ്യമുന്നയിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ? ലക്ഷ്മി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലനിൽക്കെ തന്നെയാണ് ഈ നടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ മൊഴി നൽകാൻ വേണ്ടി SIT വീണ്ടും നിർബന്ധിക്കുന്നു എന്ന ഒരു ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് വീണ്ടും ഈ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുത് എന്ന് ആവർത്തിച്ചത്. അത്തരത്തിൽ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കേണ്ടതില്ല. പലതവണ നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകാത്തതിൻ്റെ സാഹചര്യത്തിലാകും വീണ്ടും അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നത് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിൽ നോട്ടീസ് ലഭിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടോ അല്ലെങ്കിൽ മൊഴിയെടുക്കണം എന്നാവശ്യപ്പെട്ടോ നോട്ടീസ് നൽകിയാൽ അത്തരത്തിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരായി മൊഴി നൽകാം. അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ ചെന്ന് തങ്ങൾക്ക് താല്പര്യമില്ല എന്നറിയിക്കാം. അതുമല്ല, ഏതെങ്കിലും തരത്തിൽ SITയുടെ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുണ്ടായാൽ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഈ രീതിയിൽ ആരെയും നിർബന്ധിച്ച് മൊഴി നൽകുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് കേസെടുപ്പിക്കുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണം എന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ ഈ രീതിയിൽ നിർബന്ധിക്കേണ്ടതില്ല എന്നാണ് കോടതി ഇന്ന് ആവർത്തിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളും കോടതിയുടെ ചർച്ചയിൽ വന്നു. കോടതി വാദത്തിനിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും പരിഗണിച്ചു. സിനിമ മൂലമുണ്ടാകുന്ന വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലുള്ള വാദങ്ങൾ നടന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമനിർമ്മാണത്തിൽ കൃത്യമായി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.